സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടില്ലേ പേർഷ്യൻ ഭാഷ? ആരാണ് ആ ഭാഷ പഠിക്കാൻ പറഞ്ഞത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു? കാത്തിബുൽ വഹ്യാണ്, വഹി എഴുതുന്ന മഹാനാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പദവിയും സ്ഥാനവും കൊടുത്ത് അലങ്കരിച്ച മഹാനാണ്. സ്വഹാബിമാർക്കിടയിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു കാണുമ്പോ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ പ്രത്യേകതയുണ്ട് എന്തേന്ന് ചോദിക്കുമ്പോ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നാൽ ഞങ്ങൾ അന്വേഷിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് ആരെയാണ്? നിങ്ങളെയല്ലേ സെയ്ദേ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്, വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ കാത്തിബുൽ വഹയാണ്. നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരുന്നത് എഴുതിക്കൊണ്ട് തങ്ങളെ മുന്നിൽ രേഖപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ചെറിയ മഹത്വമുള്ള ആളല്ല. ആ മഹാനുഭാവനെ പേർഷ്യൻ ഭാഷ പഠിക്കാൻ, ഫാരിസി പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചു. പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം. ഇൽമു പഠിക്കുന്നതിൽ, മുതഅല്ലിമീങ്ങളെ വളർത്തുന്നതിൽ, ആലിമീങ്ങളെ വളർത്തുന്നതിൽ എപ്പോഴും ഉത്സാഹം കാണിക്കുകയും അത് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ അവസാനം വരെ ഇൽമിന് ഖിദ്മത്തെടുത്തുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് കഴിയണം. മരിക്കാൻ നേരത്തും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരെ കൂട്ടത്തിൽ മരണം ആസന്നമായവരോട് അവസാനം നിർവഹിക്കാൻ പറഞ്ഞ അമലും അവസാനം പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതും ഇൽമു പഠിക്കുന്ന വിഷയത്തിന് വേണ്ടിയാണല്ലോ. തങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന സ്വഹാബി കുറച്ചു നേരം കഴിഞ്ഞാൽ മരണപ്പെടുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹ്യ് കൊടുക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് വിവരം പറയുന്നു. നിങ്ങളിതാ കുറഞ്ഞ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അത് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഏത് അമലാണ് ചെയ്യേണ്ടത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അപ്പുറത്തതാ ഹദീസ് ചർച്ച ചെയ്യുന്ന സ്വഹാബിമാര് ഇൽമു പഠിക്കുന്ന സംഘം കണ്ടില്ലേ, അവരെ കൂട്ടത്തിൽ ചേർന്നോളൂ. ജീവിതത്തിന്റെ അവസാനം ഇൽമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും വലിയ ഭാഗ്യം മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന സമയം വിളിച്ചു വരുത്താൻ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഒരുപാട് വസിയ്യത്തുകൾ ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഇൽമല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉമറേ, ഫർളിന് വലിയ പരിഗണന കൊടുക്കണം. ഫർള് ഒരു ഭാഗത്ത് ബാക്കി വെച്ചിട്ട് സുന്നത്തുകൾക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൂടാ. കാരണം ഫർളുകൾ പരിഗണിക്കാതെ സുന്നത്തുകൾ സ്വീകരിക്കപ്പെടൂല. ഫർളിന് വലിയ പരിഗണന കൊടുക്കണം. എന്തെല്ലാം ഫർളായ കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, അതിനല്ലേ മുഖ്യമായും പരിഗണന കൊടുക്കേണ്ടത്. നിസ്കാരത്തിന്റെ വിഷയം മാത്രമല്ലല്ലോ സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിലും സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ വരെ ഫർളായ വിഷയങ്ങളല്ലേ മുൻഗണന കൊടുത്തു മുന്തിക്കേണ്ടത്. അതൊരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോ ഇപ്പുറത്തൊരുപാട് സുന്നത്തുകൾ നമ്മുടെ ബാധ്യതയായിട്ട് നമ്മൾ ഇങ്ങനെ നിറവേറ്റുന്നതിന് കാര്യമാത്ര പ്രസക്തമായ പരിഗണന കിട്ടുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമായ വിഹിതം ഒരാളെ പെരടിയിൽ 10,000 15,000 ഉണ്ട്. റിലീഫായിട്ട് അയാൾ 100, 150, 200 ധാരാളം കൊടുക്കുന്നുണ്ട്. തങ്ങി നിൽക്കുന്നൊരു ഫർള് അപ്പുറത്തില്ലേ, സമയമായൊരു ഫർളുണ്ട്. അതിനെയാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത്. അതാണ് ഏറ്റവും ആദ്യമായി കൊടുത്തു വീട്ടേണ്ടത്. പിന്നെയല്ലേ ഈ സുന്നത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വസിയ്യത്ത് നൽകുമ്പോ ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുന്ന വസിയ്യത്താണ് ഫർളിനെ വല്ലാതെ പരിഗണിക്കണം. ഫർളിനെ ഒരു ഭാഗത്ത് ഉപേക്ഷിച്ചിട്ട് സുന്നത്തിന് കാര്യമായി പരിഗണന നൽകിക്കൂടാ. അപ്പോഴും ഇൽമുമായിട്ടാണ് ബന്ധപ്പെടുന്നത്.
അവസാന സമയത്തും ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനല്ലേ മഹാന്മാരൊക്കെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തിന്റെ നേരത്ത് മക്കള് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ആ മക്കൾക്കൊക്കെ വസിയത്ത് നൽകുകയാണ്. ഓരോ കുട്ടികളും എഴുതിയെടുക്കുകയാണ്. അബ്ദുൽ വഹാബുൽ ജീലാനി, അബ്ദുർ റസാഖുൽ ജീലാനി റളിയല്ലാഹു അൻഹു അടക്കം അവിടുത്തെ മക്കൾ 13 മക്കള്. ആ മക്കളല്ലേ ലാസ്റ്റ് ശേഷിക്കുന്നുള്ളൂ. 49 മക്കളുണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക്. പക്ഷെ വഫാത്തിന്റെ നേരത്തെ അത്രേ ബാക്കിയുള്ളൂ. കുറേ മക്കൾ മരിച്ചു പോയിട്ടുണ്ട്. 10-13 മക്കള്. ആ മക്കള് ചുറ്റുഭാഗത്തുനിന്ന് വസിയത്ത് സ്വീകരിക്കുകയാണ്. കലിമ ചൊല്ലുന്ന ടൈം എത്തുന്നതിന്റെ മുമ്പ് വരെ ഇൽമു പറഞ്ഞു കൊടുക്കുക. അപ്പൊ ജീവിതത്തിന്റെ അവസാനം വരെ ബന്ധപ്പെട്ട് കഴിയാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തഅല്ലുമുൽ ഇൽമാണ്. എല്ലാവരും അങ്ങനെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല ഇശാഇന്റെ ശേഷമല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇശാ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്കിപ്പോ ജമാഅത്തിന് വരാൻ കഴിയില്ല, നിങ്ങൾ ജമാഅത്ത് നിസ്കരിച്ച് വന്നോളൂ, എന്നിട്ടൊക്കെ ഞാൻ മരിക്കുള്ളൂ. അതിന് മുമ്പ് ഞാൻ മരിക്കുന്നു, നിങ്ങൾ ബേജാറാകണ്ട, ഇശാ നിസ്കരിച്ച് വന്നോളൂ. ഇശാ ജമാഅത്ത് കഴിഞ്ഞ് അവർ വന്നു. ശിഷ്യന്മാർ ചുറ്റും കൂടി ഉസ്താദിനോട് വസിയത്ത് ചോദിക്കുന്നു, വസിയത്ത് നൽകുന്നു. ആ വസിയത്തൊക്കെ നൽകിയ ശേഷം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ചെറിയ മൗനത്തിലേക്കങ്ങ് നീങ്ങുമ്പോഴേക്ക് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ശിഷ്യന്മാർ യാസീനോത്ത് തുടങ്ങിക്കഴിഞ്ഞു. യാസീനോത്തിന്റെ ഇടയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിടവാങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമുള്ള സന്ദർഭമാണ്. ഇൽമുമായി ജീവിതത്തിൽ നല്ല ബന്ധം സ്ഥാപിക്കണം, നല്ലോണം അറിവ് പഠിക്കണം, അറിവിനെ സഹായിക്കണം, അറിവുള്ളവരെ ബഹുമാനിക്കണം, അറിവിനെ സ്നേഹിക്കണം, മുതഅല്ലിമീങ്ങളെ വളർത്തണം. അത് ദീനിന്റെ വലിയൊരു ഖിദ്മത്താണ്. നിങ്ങൾ നോക്ക്, മദീനക്കാരിയായ ഒരു ഉമ്മ, ആ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ വെള്ളിയാഴ്ചയും സ്വഹാബത്ത് പറയാറില്ലേ, മദീനയിലുള്ളൊരു വല്യമ്മയുടെ കഥ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് വെള്ളിയാഴ്ച വരുന്നത്. വെള്ളിയാഴ്ചയായാൽ രാവിലെ തന്നെ പള്ളിയിൽ എത്തിച്ചേരും. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓടിച്ചെല്ലുന്നൊരു വല്യമ്മയുണ്ട്. ആ വല്യമ്മ എന്താ ചെയ്യാറുള്ളത്? നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന ബീട്രൂട്ടില്ലേ സഹോദരങ്ങളെ, ആ ബീട്രൂട്ടിന്റെ വേരെടുത്ത് മറ്റു ചില പച്ചക്കറികളും ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ല ഒരു കൂട്ടാനുണ്ടാക്കും. ആ കൂട്ടാൻ സ്വഹാബിമാരെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അവരെല്ലാവരും ചുറ്റും കൂടി ഇരുന്നത് ഭക്ഷിക്കും. വെള്ളിയാഴ്ച അവർക്കൊരു കൂട്ടാനൊരുക്കുന്ന വല്യമ്മ, ആ വല്യമ്മക്ക് എത്ര വലിയ സന്തോഷമാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോ ഇൽമിന്റെ വാഹകരായ ഈ സ്വഹാബിമാര്, ലോകത്ത് മുഴുവനും ഇൽമി വിതരണം ചെയ്ത ഈ സ്വഹാബിമാര്, അവർക്ക് സുബ്ഹാനല്ലാഹ് നല്ല ഭക്ഷണം കൊടുക്കാൻ വെള്ളിയാഴ്ച വരുമ്പോ ഒരുങ്ങുന്ന വല്യമ്മ, ആ വല്യമ്മക്ക് ആഖിറത്തിൽ കിട്ടുന്ന സന്തോഷം ചെറുതല്ല, വലിയ സന്തോഷമാണ്. ഇൽമിനെ സഹായിക്കണം, ഇൽമിന്റെ വിഷയത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുതഅല്ലിമിനെ സഹായിക്കുന്ന ആളുകൾക്ക്, മുതഅല്ലിമിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചെറിയ ബഹുമാനമല്ല. ആ മുതഅല്ലിം വളരുന്നതിന് കാരണമായി പ്രവർത്തിച്ച്, കാരണമായി ജീവിച്ച് വർത്തിച്ച ആരെല്ലാം ഉണ്ടോ അവർക്ക് ആഖിറത്തിൽ വലിയ സന്തോഷം ലഭിക്കാനുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉഖ്റവിയായ ഉലമാഇന്, ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾക്ക് അവർ ആഖിറത്തിൽ ശഫാഅത്തിന് അധികാരമുള്ളവരാണ്. അവർ മുന്നോട്ട് വരുമ്പോ, സിറാത്തിന്റെ അടുത്തെത്തുമ്പോ, നിങ്ങൾ പോകാറായിട്ടില്ല, നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് മലക്കുകൾ അവരോട് പറയും. എന്തിനാണ് അവരെ നിർത്തുന്നത്? അവർക്ക് പരിചയമുള്ള, അവരെ സ്നേഹിച്ച, അവരെ സഹായിച്ച, അവർക്ക് ഒത്താശ ചെയ്ത ധാരാളം പരിചയക്കാരുണ്ട്. ഇൽമു പഠിക്കുന്നതിന് വേണ്ടി അവരെ സഹായിച്ച ധാരാളം ആളുകളുണ്ട്. അവരെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൂടെ കൊണ്ടുപോകാനാണ്. സുബ്ഹാനല്ലാഹ്, ഇൽമിന്റെ മേഖലയിൽ
അങ്ങനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ചൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ദീനിന്റെ ഖിദ്മത്ത് എന്ന് പറയുന്നത്. അതിനേറ്റവും മുഖ്യമായി ഉണ്ടാകേണ്ടത് ഇൽമിനെ സഹായിക്കുക എന്ന വിഷയമാണ്, മുതഅല്ലിമീങ്ങളെ വളർത്തുക എന്ന വിഷയമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ മഹത്വങ്ങളിൽ വലിയൊരു മഹത്വമായി ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടുത്തെ ഇൽമാണ്. അത് വിശദീകരിച്ച് തീർക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. ആ ഇൽമിന്റെ വിഷയം കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനി രംഗത്ത് എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് വിശുദ്ധ ദീന് സ്വീകരിക്കുകയും ചെയ്തത്. മദീനയിൽ വന്നപ്പോഴും മക്കയിൽ ഉണ്ടാകുമ്പോഴും അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ വരുന്ന അപരിചിതരായ ആളുകൾ അവരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രവിക്കുന്നത്, എങ്ങനെയാ മനസ്സിലാക്കുന്നത്? തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഓരോന്നും അവർ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹി തന്നെയാണ്. കാരണമെന്തേ? ഇതുവരെ മറ്റാരും പറഞ്ഞു തരാത്ത ഒരുപാട് വിഷയങ്ങൾ, ഭാവിയിൽ വരാനിരിക്കുന്ന വിഷയങ്ങൾ ഈ രൂപത്തിൽ പ്രവചിക്കാനും പറയാനും കഴിയുന്നത് ഒരു നബിക്ക് മാത്രമാണ്. സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ആഖിറുസ്സമാനിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ.